ക്ലാപ്പ് വേണ്ട, അതിന് ക്ലാപ്പ് വേണം. ഇതിന്റെ ഒരു സ്വപ്നം നമ്മുടെ രാജ്യത്ത് ഒരു ഫുട്ബോൾ രാജ്യമായി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ശക്തിയായി മാറുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം. സ്റ്റീഫൻ കല്ലറക്കൽ അദ്ദേഹത്തിന്റെ ഇന്ന് ഇവിടെ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് റഷീദ് മാസ്റ്റർ ഹായ് ഫ്രണ്ട്സ്, കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായുള്ള ഈ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കൊണ്ടോട്ടിയിലാണ്. മാക്സ് 7 ഹെൽത്ത് ക്ലബ് കൊണ്ടോട്ടി തുറക്കൽ ഗ്രൂപ്പിലെ ചെറുപ്പക്കാരായ 25-26 വയസ്സുകൾ മാത്രം പ്രായമുള്ള കുറേ ചെറുപ്പക്കാരാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഓരോരുത്തരും വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആണോ എന്ന് നോക്കണ്ടേ? തുറക്കലിന്റെ സൗണ്ട് നമുക്ക് മെക്സിക്കോയ്ക്ക് അങ്ങനത്തെ സൗണ്ടാണ്. നമ്മുടെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് മെക്സിക്കോയിലാണ്. ആദ്യത്തെ കളി ജൂൺ 12 തുടങ്ങും. ജൂൺ 15 തുടങ്ങി ജൂലൈ 19 അവസാനിക്കുന്ന ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കളി മെക്സിക്കോയിലാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഹായ് മെക്സിക്കോയിൽ കേൾക്കണം അല്ലേ? അപ്പൊ ഹലോ, മാക്സ് 7 ഹെൽത്ത് ക്ലബ് തുറക്കൽ, നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടുള്ള ശ്രീ സ്റ്റീഫൻ കല്ലറക്കലാണ് നമ്മളോട് ഇന്നുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിലും ഫുട്ബോൾ ലഹരി ആയി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ 10-24 വർഷങ്ങളായി അദ്ദേഹം 50,000-ത്തിലധികം കിലോമീറ്ററുകൾ താണ്ടി അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം രാജ്യത്ത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടിക്ക് താഴെയുള്ള ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ പോലും ഫുട്ബോള് ലോകകപ്പിലും മറ്റും ക്വാളിഫൈ ചെയ്യുമ്പോൾ ഈ 140 കോടിയുള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ട് ഒരു ഫുട്ബോൾ സ്വപ്നം നമുക്ക് ഒരു ലോകകപ്പിൽ കളിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആദിയും വ്യാധിയുമാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു യാത്രക്ക് പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം നമ്മുടെ രാജ്യത്ത് ഒരു ഫുട്ബോൾ രാജ്യമായി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ശക്തിയായി മാറുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒപ്പം തന്നെ ഈ യാത്രയോടൊപ്പം തന്നെ അദ്ദേഹം ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടി നടത്തുന്നുണ്ട്. ഒരു ലഹരിമുക്ത ഭാരതം, ലഹരിമുക്ത ബാല്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം നമ്മളിവിടെ എത്തിച്ചേർന്നതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് നന്ദിയുമുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ക്യാപ്റ്റനും മുനിസിപ്പൽ ചെയർമാനുമായ ശ്രീ UK അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് UK മുഹമ്മദ് ഷാ. ഞാൻ ഈ മെക്സവൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. ഇപ്പോൾ കൊണ്ടോട്ടി നഗരസഭയുടെ ചെയർമാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾക്ക് ഇവിടെ എത്തിച്ചേർന്നത് സ്റ്റീഫൻ കല്ലറക്കൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് റഷീദ് മാസ്റ്റർ ഇവിടെ വിവരിക്കുകയുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്, ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുത്ത ആളുകളുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട ആളുകളുണ്ട്. പക്ഷെ അവിടെ ഒന്നും വ്യത്യസ്തമായ ഒരു ചടങ്ങിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റീഫൻ കല്ലറക്കൽ ഒരു പുതിയ ആശയവുമായിട്ടാണ് നമ്മളെ എത്തിച്ചേർന്നത്. അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് 50,000 കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയിൽ, വിശേഷ കേരളത്തിലൊക്കെ നല്ല ഒരു ഫുട്ബോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഫുട്ബോൾ കളിക്കാത്ത ആളുകളല്ല. മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് കായിക രംഗത്ത് ഉള്ളത് ഫുട്ബോളാണ്, വലിയ സംശയമില്ല. അപ്പോൾ അതിനെ വളർത്തിയെടുക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെ ഉള്ള ഒരു പോരാട്ടവുമാണ് അദ്ദേഹത്തിൻ്റെ വിദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്.
നമുക്കറിയാം ഫുട്ബോൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ലഹരിയാണ്. നമ്മൾക്കിപ്പോൾ അനസ്റ്റ് എടുത്തുകൊടുക്കുക നമ്മളെ ഒരു മാതൃകയാണ്. നമ്മളെ ഇന്റർനാഷണൽ ഫുട്ബോൾ താരമാണ്. ഒരു ഫുട്ബോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു അഖിലേന്ത്യാ റഫറിയായി എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു സ്പോർട്സ്മാന് ലഹരി ഉപയോഗിക്കാൻ കഴിയും. ഓൻ ലഹരി ഉപയോഗിച്ച ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ ഓൻ യഥാർത്ഥ സ്പോർട്സ്മാൻ അല്ല എന്ന് ഞാൻ പറയുന്നു. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് അനസ്റ്റ് എടുത്തോടിക എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഫുട്ബോൾ താരമാണ്. ഇന്ത്യക്ക് കളിച്ച പിന്നെ സെൻട്രൽ ബാക്കർ. അദ്ദേഹം പൂന FC കളിക്കുന്ന സമയത്ത് കളി കഴിഞ്ഞാൽ ക്ലബ്ബ് നേരെ കൊണ്ടുവരുന്ന ഒരു ഹോട്ടലിലേക്കാണ്. അവിടുന്ന് 1-2 പെഗ് അടിച്ചിട്ടാണ് അവർ റൂമിലേക്ക് പോകുക. അത് അവർ ഒരു പിന്നെ രീതിയാണ്. പക്ഷെ ആ സമയത്ത് അനസ് പുറത്തിരിക്കുന്നതാണ്. പുറത്തിരിക്കുമ്പോൾ 2-3 ദിവസം കോച്ച് അവനെ ശ്രദ്ധിച്ചപ്പോൾ, അനസെ ഇവിടെ വാ, ഈ എന്താ ഹോട്ടലിൽ കയറാത്തപ്പോൾ എനിക്ക് അതിന് താല്പര്യമില്ല എന്ന കോച്ചിനോട് പറഞ്ഞില്ല. കോച്ച് ആ സമയം തന്നെ ആ തീരുമാനം മാറ്റി പിറ്റേ ദിവസം പിന്നെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നതാണ് എല്ലാവരും. എന്നിട്ട് റൂമിൽ നിന്നൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം വേണമെങ്കിൽ അടിക്കണവർക്ക് അടിക്കാം, അടിക്കാത്തവർക്ക് അടിക്കാം. ആ രീതിയിൽ കോച്ച് അവനൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഫുട്ബോൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനശ്വരയാണ് സത്യത്തിൽ എപ്പോഴും ഓർക്കാറ്. കാരണം നല്ല ഒരു കളിക്കാരനാണ്. മാത്രമല്ല സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ കാണാൻ വരുന്നവർ, ഒരു പക്ഷേ ഇൻ്റർവ്യൂക്ക് വരുന്ന ആളുകൾ, ഒരു ഉദ്ഘാടനത്തിന് വരുന്ന ആളുകൾ അദ്ദേഹം പൈസ വാങ്ങില്ല. അദ്ദേഹം ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. വരുന്ന ആളുകളൊക്കെ 100 രൂപ ആ ബോക്സിൽ. ആ ബോക്സ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എന്നിട്ട് ഡയബറ്റിസ് അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി. അങ്ങനെയുള്ള ഫുട്ബോൾ താരങ്ങളെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനാണ് ഈ സ്റ്റീഫൻ കല്ലറക്കൽ ഇതിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. ലക്ഷ്യവൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരിയില്ലാത്ത സമൂഹത്തിൽ നല്ല ആരോഗ്യവാന്മാരായ മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ മെച്ചവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സ്റ്റീഫൻ കല്ലറക്കൽ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്, അഭിനന്ദനമുണ്ട്. ഇത്തരം ആളുകളെയാണ് നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ മാക്സ് 7 ഹെൽത്ത് ക്ലബിനെ കുറിച്ച് രണ്ടുപേരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് നമ്മുടെ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ചോദിക്കാം, നമ്മുടെ മുനിസിപ്പൽ ചെയർമാനോട് ചോദിക്കാം അല്ലെ, മാഷ് ആദ്യമായിട്ട് കണ്ട ആ ഒരു വേൾഡ് കപ്പ് ഏതാണ്? ആ അതായത് ഞാൻ പറയാം, 2014 വേൾഡ് കപ്പ് ഫൈനൽ ജർമ്മനി ബ്രസീൽ. ബ്രസീൽ 7 ഗോളിന് തോറ്റ കളി അല്ല, ബ്രസീൽ 7 ഗോളിന് തോറ്റ കളി. ആ ജർമ്മനിയും ബ്രസീലും. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഒന്ന് ജർമ്മനിയാണ്. കാരണം ഒന്ന് ജർമ്മനിയിൽ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഒന്ന് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്ലേസ് ഒക്കെ നല്ല പ്രായം ചെന്നാണ്. മാറ്റവും നല്ല കളി എന്ന് പറയുന്നത് അവർ ജനങ്ങളെ, അതായത് ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള കളിയാണ്. ഇപ്പോൾ ജർമ്മനിയുടെ കളി എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ. നേരത്തെ ഉള്ളത് നല്ല പ്ലേസായിരുന്നു, അത് മാത്രമല്ല നല്ല പ്രായമുള്ള പ്ലേസായിരുന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നു അവരുടെ പിന്നെ കളികൾ. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ആ പേര് പറഞ്ഞേ. സഫ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 1. ഏതാ സ്കൂള്? അച്ഛാ, തറയിട്ടാൽ. ഓക്കെ. മെക്സവൻ കുടുംബങ്ങൾക്ക് ആദ്യമായി ഒരു നന്ദി അറിയിച്ചുകൊണ്ട്, നമ്മുടെ മെക്സവൻ എന്ന് പറയുക ആരോഗ്യരംഗത്ത് വളരെയധികം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു 6 മാസങ്ങൾക്ക് മുന്നേ തന്നെ അത് നമ്മൾ തുടർന്നു പോയി. മെക്സവൻ നല്ലൊരു ആരോഗ്യരംഗത്ത് വലിയൊരു സംഭവമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നു. പല ഭാഗത്തും പല യൂണിറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് വീണ്ടും ആളുകൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് മെക്സവന്റെ ഈ ആരോഗ്യരംഗവുമായുള്ള സെബാസ്റ്റ്യൻ സാറിന്റെ ഈ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഫുട്ബോളിന്റെ മാംസം കൂടി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അത് തന്നെയുമല്ല, അദ്ദേഹം ഈ ലഹരി മുക്ത
കേരളം എന്ന ഒരു ആശയവുമായിട്ട് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ അദ്ദേഹത്തെ പ്രത്യേകം മെക്സവന് വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിന് ക്ലാപ്പ് വേണം, അതിന് ക്ലാപ്പ് വേണം. പൊടി Ready, start, 1, 2, 3, 4, 5, 5, 5. അപ്പൊ നമ്മുടെ മാക്സ് 7 ഹെൽത്ത് ക്ലബിന്റെ കൊണ്ടോട്ടി തുറക്കൽ ബ്രാഞ്ചിന്റെ കൂടെ നടത്തിയ ഷൂട്ട് ചെയ്ത ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ ക്ലബിൽ, സ്കൂളിൽ, കോളേജിൽ, അക്കാഡമിയിൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോയുമായി എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.